രക്ഷിക്കപ്പെട്ടവർ പാപം ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവം അവരെ ശിക്ഷിക്കുമോ? അവരുടെ ആ പാപം നിമിത്തം, പ്രത്യേകിച്ച് അവർ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്യുന്ന പാപത്തിനുള്ള പ്രത്യാഘാതങ്ങൾ അവർക്കുണ്ടാകുമോ? അതോ ദൈവം അവരെ കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ക്ഷമിച്ചിട്ട് യാതൊരു വിധത്തിലുള്ള പ്രത്യാഘാതങ്ങൾ അവർക്ക് ഉണ്ടാകാതിരിക്കുമോ? ഈ സന്ദേശത്തിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഞാൻ നൽകുന്നത്. ആൻഡ് ഈ ഒരു സന്ദേശം നിങ്ങൾ മുഴുവനുമായിട്ട് കാണുമെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ നീതിയും എന്താണ് ദൈവത്തിൻ്റെ സ്നേഹവും, ഇവ രണ്ടിനെയും മനസ്സിലാക്കുവാനും അപ്രീഷിയേറ്റ് ചെയ്യുവാനും സാധിക്കും. ഹലോ, ഐ എം ജോർജി മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റർണിറ്റി. നമുക്ക് തുടക്കം തന്നെ മിക്കപ്പോഴും പല വിശ്വാസികളും ആ വാക്യത്തിൻ്റെ ആഴമറിയാതെ വായിച്ചു പോകുന്ന ആ വാക്യം, അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. സങ്കീർത്തനം 99:8 പറയുന്നത്, ഞങ്ങളുടെ ദൈവമായ യഹോവേ, നീ അവർക്ക് ഉത്തരമരുളി, നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവർത്തികൾക്ക് പ്രതികാരകനും ആയിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോ? ആ വാക്യത്തിൽ പറയുന്നത് ദൈവം അവരെ ക്ഷമിച്ചു എന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ദൈവം അവരെ ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിട്ടു എന്ന് മാത്രമല്ല, ദൈവം രണ്ടും ചെയ്തു. ദൈവം അവരെ ക്ഷമിച്ചു, അപ്പോൾ തന്നെ അവരുടെ ആ പ്രവർത്തികൾക്ക് ഉള്ള പ്രത്യാഘാതങ്ങൾ ദൈവം അവരുടെ ജീവിതങ്ങളിൽ അനുവദിച്ചു. ഇത് പല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഒരു ആശയം തിരുവെഴുത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും നല്ലൊരു ക്ലിയർ ആയിട്ടുള്ളൊരു ഉദാഹരണമാണ് ദാവീദ് രാജാവ്. നമുക്ക് ആ കഥ അറിയാം. ദാവീദ് ബത്ശേബയുമായിട്ട് വ്യഭിചാരക്കുറ്റം ചെയ്തു. എന്നിട്ട് ആ പാപത്തെ മറച്ചു വെക്കുവാൻ ബത്ശേബയുടെ ഭർത്താവായിരുന്ന ഊറിയാവിനെ തന്ത്രപരമായി കൊല്ലിക്കുവാൻ പദ്ധതിയിടുന്നു. എന്നിട്ട് ഊറിയാവിനെ കൊല്ലിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാസങ്ങളായിട്ടുള്ള രീതിയിൽ ദാവീദ് മിണ്ടാതെ ഒന്നും സംഭവിച്ചല്ല എന്ന പോലെ ഇരുന്നു. എന്നിട്ടാണ് ദൈവം പ്രവാചകനായ നാഥാനെ ദാവീദിൻ്റെ അടുക്കിലേക്ക് വിടുകയാണ്. നാഥാന് ബൈബിളിലെ ഏറ്റവും നല്ല മനോഹരമായിട്ടുള്ള ഒരു ഉദാഹരണം അല്ലെങ്കിൽ ഉപമകൾ ഒക്കെ എടുത്തു വച്ചിട്ടാണ് ദാവീദിനോട് സംസാരിക്കുന്നത്. അത് കേട്ടപ്പോൾ ദാവീദ് ഉടൻ തന്നെ മാനസാന്തരപ്പെടുകയാണ്. ഞാൻ ദൈവസന്നിധിയിൽ കുറ്റക്കാരനാണെന്ന് ദാവീദ് തുറന്നു തന്നെ പറയുക. നാഥാൻ്റെ പ്രതികരണം വളരെ റിമാർക്കബിളാണ്. നാഥാൻ പറഞ്ഞത്, ദൈവം നിന്റെ പാപത്തെ നിന്നിൽ നിന്ന് നീക്കി മാറ്റിക്കളഞ്ഞു, അതുകൊണ്ട് നീ ഇപ്പോൾ മരിക്കില്ല. നാഥാൻ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിക്കണം. നാഥാൻ പറഞ്ഞില്ല, ദൈവം ഒന്ന് ആലോചിക്കട്ടെ, നിന്നെ ക്ഷമിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ നീ ദൈവത്തിൻ്റെ ക്ഷമയെ നേടിയെടുക്ക് എന്നിട്ട് ദൈവം ക്ഷമിക്കാം എന്നൊന്നുമല്ല നാഥാൻ പ്രവാചകൻ പറഞ്ഞത്. ദാവീദ് ആത്മാർത്ഥമായിട്ടുള്ള രീതിയിൽ മാനസാന്തരപ്പെട്ട ഉടൻ തന്നെ ദാവീദിനെ ദൈവം ക്ഷമിക്കുക. അവന് ദൈവവുമായിട്ടുണ്ടായിരുന്ന ആ ബന്ധം, ആ ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. പക്ഷെ നാഥാൻ നിർത്തിയില്ല. നാഥാൻ പറഞ്ഞത്, ഈ ഒരു നിന്റെ പ്രവൃത്തി നിമിത്തം ദൈവനാമം ദുഷിക്കുവാൻ ഇടയായതും കൊണ്ട് നിനക്ക് ഉണ്ടായ ആ കുഞ്ഞ് മരിക്കുമെന്ന് പറഞ്ഞു. ആൻഡ് അത് തന്നെയാണ് സംഭവിച്ചത്. നാഥാൻ പ്രവാചകൻ ആ പറഞ്ഞ ആ സമയം തൊട്ട് തന്നെ ദാവീദ് ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ദാവീദ് ദൈവസന്നിധിയിൽ കരഞ്ഞു വീണ് ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. എന്നിട്ടും ദാവീദിൻ്റെ 7ാമത്തെ ദിവസം ഉപവാസത്തിൽ, ആ ഉപവാസത്തിൻ്റെ 7ാമത്തെ ദിവസത്തിൽ ആ കുഞ്ഞ് മരിക്കുക. പിന്നെ നാഥാൻ പറഞ്ഞ മറ്റു ചില കാര്യങ്ങളോടുണ്ട്. വാള് നിന്റെ കുടുംബത്തിൽ നിന്ന് നീങ്ങി മാറി പോകുകയില്ല എന്ന്. ദാവീദിൻ്റെ കുടുംബത്തിൽ അന്ന് തൊട്ട് വയലൻസും റിബല്യനും, അതായത് മറുതലിപ്പും, ദാവീദിൻ്റെ മക്കൾ അന്യോന്യം ശത്രുക്കളാവുന്നതും അന്യോന്യം കൊല്ലുന്നതും, കുടുംബത്തിനകത്ത് തന്നെ റേപ്പും, പിന്നെ ദാവീദിൻ്റെ മകൻ അബ്ശാലോം ദാവീദിനെതിരെ തിരിയുന്നതും, അങ്ങനെ വയലൻസും എല്ലാ ക്ലേശങ്ങളും ആ കുടുംബത്തിനകത്ത് നടക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കെന്താണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ദാവീദിനെ ദൈവം ക്ഷമിച്ചു, പക്ഷേ തനിക്ക് ബത്ശേബയുമായിട്ട് നടത്തിയ ആ പാപം നിമിത്തം ഉള്ള പ്രത്യാഘാതങ്ങൾ തുടർന്നു. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ദാവീദ് ഒരിക്കലും തൻ്റെ മകൻ മരിച്ചു പോയതും കൊണ്ട് ദൈവത്തിൻ്റെ ആ ക്ഷമയൊന്നും ചോദ്യം ചെയ്തില്ല. ദൈവം അനീതിയുള്ള ദൈവമാണെന്നും ദാവീദ് കുറ്റം ആരോപിക്കുന്നില്ല. രണ്ട് യാഥാർത്ഥ്യങ്ങളെയും ദാവീദ് അംഗീകരിക്കുക. ദൈവം അവനെ ക്ഷമിച്ചു, അപ്പോൾ തന്നെ ദൈവം ദാവീദിനെ ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിടുന്നു എന്ന് അവന് മനസ്സിലായി. ഇവിടെയാണ് പല വിശ്വാസികളും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ഷൻ, ഒരു എതിർപ്പ് രേഖപ്പെടുത്തുന്നത്. അവർ ചിലപ്പോൾ പറയുമായിരിക്കും, ഇത് പഴയ നിയമത്തിലല്ലേ, പക്ഷേ ക്രിസ്തു വന്നതിന് ശേഷം, പുതിയ നിയമത്തിൽ ക്രിസ്തുവിന് ശേഷം എല്ലാം മാറിയല്ലോ. ക്രിസ്തു നമ്മുടെ ഭൂതകാല, വർത്തമാനകാല, ഭാവികാല എല്ലാ പാപങ്ങൾക്ക് വേണ്ടിയല്ലേ മരിച്ചത്. അതുകൊണ്ട് നമുക്ക് ദൈവം ക്ഷമ തരുമ്പോൾ അതുകൊണ്ട് ഒരു രീതിയിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ വളരെ പെർസ്വേസീവായിട്ട്, അതായത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന രീതിയിലാണെന്ന് നമുക്ക് തോന്നാം. ആഫ്റ്റർ ഓൾ ഇത് തന്നെയല്ലേ പല ഹൈപ്പർ ഗ്രേസ്, അതായത് ഹൈപ്പർ കൃപയെ ഊന്നിപ്പറയുന്ന പ്രാസംഗികരും വിശ്വാസികളും ഒക്കെ പറയുന്നതും പ്രചരിപ്പിക്കുന്നതും.
ആൻഡ് അങ്ങനെ ആ ഒരു പ്രചരണത്തിലൂടെ ആളുകൾക്ക്, അതായത് വിശ്വാസികൾക്ക് പാപം ചെയ്യുവാനായിട്ടുള്ള ലൈസൻസ് അല്ലെ ഒരു എക്സ്ക്യൂസ് അല്ലേ കൊടുക്കുന്നത്? ആഫ്റ്റർ ഓൾ യേശു കർത്താവ് നമ്മുടെ പാപങ്ങൾ വഹിച്ചു എന്ന് തിരുവെഴുത്ത് വ്യക്തമായി പഠിപ്പിക്കുന്നുമുണ്ട്. യെശയ്യാവിൻ്റെ പുസ്തകം 53:5 തന്നെ പറയുന്നത്, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. പിന്നെ റോമർ 8:1 പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പിന്നെ എബ്രായർ 10:12 പറയുന്നത്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവർ റേസ് ചെയ്യുന്ന ആ ഒബ്ജക്ഷൻ, ആ എതിർപ്പിൽ കുറച്ചൊക്കെ ശരിയല്ലേ എന്ന് നമുക്ക് തോന്നാം. അത്ര ശരിയല്ല. കാരണം ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, രണ്ട് വ്യത്യസ്ത ബൈബിൾ സത്യങ്ങളെ തമ്മിൽ കൺഫ്യൂസ് ചെയ്യാണ്. പുതിയ നിയമത്തിൽ ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു വേർതിരിവുണ്ട് ബിറ്റ്വീൻ ജുഡീഷ്യൽ ഫോർഗിവ്നെസ് ആൻഡ് ഫാദർലി ഡിസിപ്ലിൻ. അതായത് നീതിന്യായ വിസ്താര കോടതിയിൽ നമുക്ക് നൽകുന്ന ക്ഷമയും അതുപോലെ തന്നെ പിതാവിൻ്റെ ശിക്ഷണ നടപടി, ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളൊരു കോടതി മുറിയെ ഒന്ന് വിഷ്വലൈസ് ചെയ്തേ. ഒരു കുറ്റം ആരോപിക്കപ്പെട്ട കുറ്റവാളി ആ ന്യായാധിപൻ്റെ മുൻപിൽ നിൽക്കുകയാണ്. ആ ജഡ്ജി ആ സെൻറ്റൻസ്, അവൻ്റെ മേലുള്ള വിധി പ്രഖ്യാപിക്കുന്നുണ്ട്. അതാണ് ജുഡീഷ്യൽ പനിഷ്മെൻറ്റ്, നീതിന്യായ വിസ്താര കോടതിയിൽ നൽകുന്ന ശിക്ഷ. പക്ഷേ ഇനിയിപ്പോൾ ഒരു സ്നേഹമുള്ള പിതാവ് തൻ്റെ മകൻ ഒരു കുറ്റം ചെയ്തു. ആ ഒരു സീനൊന്ന് നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്തേ. ആ പിതാവ് ഉടൻ തന്നെ ആ മകനെ ഉപേക്ഷിക്കുന്നില്ല. ആ മകനെ സ്നേഹിക്കുന്നതിൽ നിന്ന് പിതാവ് ഒട്ടും പുറകോട്ടും പോകുന്നില്ല. പക്ഷേ ആ മകനെ ആ പിതാവ് ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിടുന്നു. കാരണം എന്നാ? ആ മകനെ ആ പിതാവ് സ്നേഹിക്കുന്നു. ആ മകൻ്റെ സ്വഭാവത്തെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്യണം, രൂപപ്പെടുത്തണം. അതിനുവേണ്ടിയാണ് പിതാവ് അങ്ങനെ ചെയ്യുന്നത്. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത റിലേഷൻഷിപ്പ്, രണ്ട് വ്യത്യസ്ത ബന്ധങ്ങളാണ്. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവം നമ്മുടെ ന്യായാധിപനായിരുന്നു. പക്ഷേ ക്രിസ്തുവിലേക്ക് വരുന്ന ആ സമയം മുതൽ ദൈവം നമ്മുടെ പിതാവാകുകയാണ്. ക്രൂശ് നമ്മുടെ ജുഡീഷ്യൽ കണ്ടംനേഷൻ, നമുക്ക് നീതിന്യായ വിസ്താര കോടതിയിൽ നമുക്കുണ്ടായിരുന്ന ആ ശിക്ഷാവിധിയാണ് എടുത്തു കളഞ്ഞത്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹമുള്ള ശിക്ഷണ നടപടിയിൽ നിന്ന് അത് നമ്മളെ എടുത്തു മാറ്റിയിട്ടില്ല. ഇൻഫാക്ട് അതുതന്നെയാണ് പുതിയ നിയമം വ്യക്തമായി പഠിപ്പിക്കുന്നത്. എബ്രായർ 12:6 പറയുന്നത്, കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു. നിങ്ങളെ ശ്രദ്ധിച്ചോ? അവിടെ കുറ്റപ്പെടുത്തുമെന്നോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയുമെന്നോ അല്ലെ എന്നേക്കും തള്ളിക്കളയുമെന്നോ എന്നൊന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് ശിക്ഷണ നടപടിയിലൂടെ ദൈവം കടത്തിവിടും. എന്തുകൊണ്ടാണ്? നാം ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട്. ദൈവം തൻ്റെ മക്കളെ ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിട്ടില്ല എങ്കിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം അനുസരിച്ച് എന്തോ പ്രശ്നമുണ്ട്. നമ്മെ ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിടുന്നു എന്നുള്ളതാണ് നമ്മുടെ പുത്രത്വത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായെന്നുള്ളതിൻ്റെ തെളിവ്. അല്ലാതെ നമ്മുടെ രക്ഷ നഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്നും അല്ല അവിടുത്തെ വിഷയം. അപ്പോഴും ചിലർ ചോദിക്കും, ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏതെങ്കിലും വ്യക്തമായ പുതിയ നിയമ വേദഭാഗമുണ്ടോ? അതായത് രക്ഷിക്കപ്പെടുന്ന ആ സമയത്തിന് ശേഷം വിശ്വാസികൾ പാപം ചെയ്താൽ എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്ന പുതിയ നിയമ വേദഭാഗമുണ്ടോ എന്നുള്ളത്. വേദഭാഗമുണ്ട്. ഏറ്റവും ശക്തമായിട്ടുള്ള ഉദാഹരണം തന്നെയാണ് ബൈബിളിലെ ആ വേദഭാഗം. അത് 1 കൊരിന്ത്യർ 11 അധ്യായത്തിലാണ്. അവിടെ വിശ്വാസികൾ കർത്തൃമേശയെ ആദരവില്ലാതെ അവർ ആചരിക്കുകയായിരുന്നു. പൗലോസ് എഴുതുന്നത് അവിശ്വാസികൾക്കല്ല, പൗലോസ് സഭയ്ക്കാണ് എഴുതിയത്. ആൻഡ് അതിനകത്താണ് 1 കൊരിന്ത്യർ 11:30 താൻ വളരെ അമേസിംഗ് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നു. ഇത് ഹേതുവായി, അതായത് കർത്തൃമേശ അലക്ഷ്യത്തോടുകൂടി ബഹുമാനമില്ലാതെ ആദരവില്ലാതെ എടുത്തതുകൊണ്ട് നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളും ആകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. ചില വിശ്വാസികൾ ബലഹീനരായി, ചിലർ രോഗികളായി, ചിലർ അക്ഷരാർത്ഥത്തിൽ മരിച്ചുപോയി. എന്നിട്ട് പൗലോസിൻ്റെ എക്സ്പ്ലനേഷൻ ശ്രദ്ധിച്ച് 1 കൊരിന്ത്യർ 11:32 വിധിക്കപ്പെടുന്നുവെങ്കിലോ നാം ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കാവുന്നു. ആ ഒരൊറ്റ വാക്യമാണ് നമ്മുടെ ഈ ഒരു സന്ദേശത്തിൻ്റെ ഉത്തരം. ക്രിസ്തു അവരുടെ ആ ശിക്ഷാവിധിയെ എടുത്തു മാറ്റിയിരുന്നു. പൗലോസ് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ലോകത്തോടൊപ്പം നിങ്ങൾ ശിക്ഷാവിധിയിൽ അകപ്പെടില്ല. അപ്പോൾ തന്നെ ദൈവം അവരെ ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിടുന്നുണ്ടോ? ഉണ്ട്. പൗലോസ് അതാണ് വ്യക്തമായി പറയുന്നത്, അവരെ ബാലശിക്ഷ കഴിക്കുന്നു എന്നുള്ളത്. അവിടെ ഒരു കോൺട്രഡിക്ഷൻ, ഒരു വൈരുദ്ധ്യവുമില്ല. ക്രൂശ് നമ്മുടെ നിത്യ ശിക്ഷാവിധിയെയാണ് എടുത്തു മാറ്റിയത്. അപ്പോൾ തന്നെ നമ്മുടെ പിതാവ് നൽകുന്ന ആ ശിക്ഷണ നടപടിയിൽ നിന്ന് ക്രൂശ് നമ്മളെ എടുത്തു മാറ്റിയിട്ടില്ല. ഇതേ ആശയം തന്നെയാണ് ഗലാത്യർ 6:7 പൗലോസ് വിശ്വാസികൾക്ക് എഴുതുമ്പോൾ താൻ പറഞ്ഞത്, വഞ്ചനപ്പെടാതിരിപ്പിൻ,
മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. പൗലോസ് പറഞ്ഞില്ല മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ വിതയ്ക്കുന്നത് എന്താണോ, അങ്ങനൊന്നും അല്ല പൗലോസ് പറയുന്നത്. പൗലോസ് യൂണിവേഴ്സലായി ആഗോളതലത്തിലുള്ള ഒരു തത്വത്തെയാണ് താൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഏതൊരു പ്രവൃത്തിക്കും പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. ഈവൻ ക്ഷമ ലഭിച്ച വിശ്വാസികൾ വിതച്ചത് അവർ കൊയ്യും. ഇവിടെ മറ്റൊരു വേർതിരിവ്, ഒരു ഡിസ്റ്റിങ്ഷനെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എനിക്ക് കൊണ്ടുവരണം. ഈ പ്രത്യാഘാതങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വരാം. ചിലപ്പോൾ അത് ദൈവത്തിൻ്റെ സ്നേഹമുള്ള ശിക്ഷണ നടപടി എന്ന് വരാം. മറ്റു ചിലപ്പോൾ നമ്മുടെ തെറ്റായിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും കൊണ്ട് വന്ന ഭവിഷ്യത്തുകൾ. ആൻഡ് മിക്കപ്പോഴും ഇവ രണ്ടും ഏറെക്കുറെ ഒരുമിച്ച് തന്നെയാണ് വരുന്നത്. ഉദാഹരണത്തിന്, ഒരു വിശ്വാസി തൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ച് പണം മോഷ്ടിച്ചു എന്നിരിക്കട്ടെ. പിന്നീട് കുറേ നാൾ കഴിഞ്ഞിട്ട് അവൻ മാനസാന്തരപ്പെട്ടു. ദൈവം അവനെ ക്ഷമിക്കുമോ? ഉറപ്പായിട്ടും ക്ഷമിക്കും. പക്ഷേ തനിക്കെതിരെയുള്ള ക്രിമിനൽ ചാർജുകൾ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഇല്ലാതാവുമോ? ഇല്ല. അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിച്ചേ, 10-20 വർഷം പുകവലിച്ചും മദ്യപാനത്തിന് അടിമയായിട്ട് നടന്ന ഒരാൾ പെട്ടെന്ന് മാനസാന്തരപ്പെട്ട്, ആത്മാർത്ഥമായി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നു. തൻ്റെ പാപത്തെ ദൈവം ക്ഷമിച്ചോ? കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ ക്ഷമിച്ചു. പക്ഷെ അപ്പോൾ തന്നെ തൻ്റെ ഡാമേജ് ആയ ലങ്സും ലിവറും ഒക്കെ അങ്ങ് ശരിയായോ? ഇല്ല. അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ത്യാഗം ഇൻകംപ്ലീറ്റ് ആണ്, പൂർത്തിയായിട്ടില്ല എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം ക്ഷമ ലഭിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിലെ ഭവിഷ്യത്തുകൾ, പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ഓട്ടോമാറ്റിക്കലി മാറിപ്പോകണമെന്നില്ല. നിങ്ങളിങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ മതി. ഒരു മകൻ ക്രിക്കറ്റ് കളിക്കുകയായിരുന്നു. താൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ താൻ അടിച്ച ആ പന്ത് അയൽപക്കക്കാരൻ്റെ വീട്ടിലെ ആ ജനലെ പോയി അടിച്ച ആ ജനൽ പൊട്ടി. ഈ പയ്യൻ ഓടി വന്നിട്ട് പിതാവിനോട് പറഞ്ഞു, പപ്പാ സോറി, ഇങ്ങനെയൊക്കെ പറ്റിപ്പോയി. ഉടൻ തന്നെ പിതാവ് എന്താ ചെയ്യുന്നത്? ആ മകനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, മകനെ ഞാൻ ക്ഷമിച്ചു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ ക്ഷമിച്ചു എന്ന് പറയും. ആ ഒരു ബന്ധം അവിടെ പുനഃസ്ഥാപിക്കപ്പെടുന്നുണ്ട്. പക്ഷേ ആ പൊട്ടിപ്പോയ ജനൽ ഓട്ടോമാറ്റിക്കലി അങ്ങ് ഫിക്സ് ആയോ? ഇല്ല. ആ പിതാവ് ഇവൻ മകനോട് പറയും, അത് ശരിയാക്കുവാൻ നീയും കൂടെ ഉത്സാഹിക്കണം. ചിലപ്പോൾ അവനോട് പറയാം, നീ തന്നെ പോയി അത് ശരിയാക്കാനായിട്ടുള്ള അറേഞ്ച്മെൻറ്റും ചെയ്യണം. അതെന്തുകൊണ്ടാണ്? ആ മകനെ പിതാവ് ക്ഷമിക്കാത്തതിൻ്റെ അടയാളമല്ലോ ആണോ? അല്ല. ആ മകൻ മനസ്സിലാക്കണം എന്താണ് ഉത്തരവാദിത്തം എന്നുള്ളത്. ക്ഷമ എന്ന് പറയുമ്പോൾ അത് ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നുണ്ട്. പക്ഷേ ശിക്ഷണ നടപടിയിലൂടെയാണ് ആ ക്യാരക്ടറിനെ, സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നത്. ഇങ്ങനെ തന്നെയാണ് നമ്മുടെ സ്വർഗീയ പിതാവും പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മളെ ക്ഷമിച്ച ശേഷം എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രത്യാഘാതങ്ങൾ എടുത്തു മാറ്റാത്തത്? കാരണം പ്രത്യാഘാതങ്ങൾ തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തി, നമ്മളെ വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയുടെ ഒരു ഭാഗമായി മാറുകയാണ്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് പാപത്തിൻ്റെ സീരിയസ്നെസ്, നമ്മളെ കുറച്ചും കൂടെ താഴ്ത്താൻ ആ പ്രത്യാഘാതങ്ങൾ അവിടെ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവർക്കൊരു മുന്നറിയിപ്പ് കൂടെ കൊടുക്കണം. ആൻഡ് ഈ പ്രത്യാഘാതങ്ങളിലൂടെ നമ്മളിൽ പെർസിവറൻസ്, നമ്മളിൽ സഹിഷ്ണുത വളരും. നമ്മളെ കൂടുതൽ ക്രിസ്തുവിൽ ആശ്രയിക്കാൻ പഠിപ്പിക്കും. ആൻഡ് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ക്ഷമ ഫ്രീ ആണെങ്കിലും പാപം ഒട്ടും ചീപ്പല്ല. പാപത്തിന് വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്ന ആ സമയത്തിന് ശേഷം നമ്മൾ ചെയ്യുന്ന എല്ലാ പാപങ്ങൾക്കും ഈ ഭൂമിയിൽ വെച്ച് തന്നെ ദൈവം അതിൻ്റെ കണക്ക് സെറ്റിൽ ചെയ്യും. നമ്മളെ ദൈവം ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിടും. ഈ ഭൂമിയിൽ നമ്മളെ ശുദ്ധീകരിക്കുവാൻ, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് സാധിക്കില്ല. ആൻഡ് ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ മറ്റൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനെ, ഒരു തെറ്റിദ്ധാരണയും കൂടെ നമ്മൾ അവോയ്ഡ് ചെയ്യണം, അല്ലെ ഒഴിവാക്കണം. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാവിധ കഷ്ടതയും ഏതെങ്കിലും പ്രത്യേക പാപത്തിൻ്റെ പ്രത്യാഘാതമാണ് എന്ന് പറയുന്നില്ല. യേശു തന്നെ ആ ഒരു ചിന്തയെ തിരുത്തിയിരുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാർ, അന്ധനായിട്ടുള്ള ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കലേക്ക് വന്നപ്പോൾ യേശുവിനോട് ചോദിക്കുക, ഇവൻ ഇങ്ങനെ ആയതിൻ്റെ കുഴപ്പം ഇവൻ്റെ പാപമാണോ ഇവൻ്റെ മാതാപിതാക്കളുടെ പാപമാണോ? യേശു പറയുന്നത് ഇത് രണ്ടുമല്ല. ചിലപ്പോൾ കഷ്ടതയെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശിക്ഷണ നടപടിയുടെ ഒരു ഭാഗമാകാം. മറ്റ് ചില സാഹചര്യങ്ങളിൽ അത് വിശ്വാസത്തിൻ്റെ പരീക്ഷയാവാം. മറ്റ് ചില സന്ദർഭങ്ങളിൽ ദൈവനാമ മഹത്വം ഉയരേണ്ടതിനായി ദൈവം അനുവദിക്കുന്ന സന്ദർഭങ്ങളാവാം. അതുകൊണ്ട് നമ്മൾ ഇയ്യോബിൻ്റെ സുഹൃത്തുക്കളെ പോലെ ആവരുത്. അതായത് ഏതൊരു കഷ്ടതയും ഏതെങ്കിലും പ്രത്യേക പാപത്തിൻ്റെ പ്രത്യാഘാതമാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ ഇരുന്ന് ആ ഒരു ഫീലിങ്ങിൽ താഴ്ത്താതെ മറ്റുള്ളവരെ വിധിക്കാനും പോവരുത്. കാരണം ബൈബിൾ അങ്ങനെ ഒരു കാര്യം പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും നേരം നമ്മൾ കേട്ട കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, ഒന്നാമത്, ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ കുറ്റബോധത്തെ എടുത്തു മാറ്റുന്നു. നമ്മൾ ആത്മാർത്ഥമായി മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കും. യേശു കർത്താവ് നമ്മുടെ പെനാൽറ്റി മുഴുവനുമായിട്ടുള്ള രീതിയിൽ കൊടുത്തു കഴിഞ്ഞു. ഇനി രണ്ടാമത്,
ദൈവം നമ്മളെ ക്ഷമിക്കുന്നതിലൂടെ ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ്, ആ കൂട്ടായ്മ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയാണ്. നാം ദൈവത്തിൻ്റെ ശത്രുക്കളല്ല, പകരം ദൈവത്തിൻ്റെ മക്കളായി ദൈവം അഡോപ്റ്റ് ചെയ്യുകയാണ്. ആൻഡ് അതുകൊണ്ടാണ് ഏത് സമയവും ധൈര്യത്തോടുകൂടി കൃപാസനത്തിലേക്ക് അടുത്തു വരാം. മൂന്നാമത്തെ കാര്യം, ഈ ക്ഷമ ലഭിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഭൂമിയിലെ പ്രത്യാഘാതങ്ങൾ, നമ്മുടെ പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനും സാധിക്കില്ല. ദൈവം സ്നേഹത്തോടുകൂടി തൻ്റെ മക്കളെ ശിക്ഷണ നടപടിയിലൂടെ കടത്തിവിടും. നാം വിതച്ചത് കൊയ്യുവാൻ ദൈവം അനുവദിക്കും. ആൻഡ് ആ ഒരു പ്രത്യാഘാതങ്ങളിലൂടെ നമ്മളെ ദൈവം കുറച്ചും കൂടെ വിശുദ്ധീകരിക്കുകയും ക്രിസ്തുവിനെ പോലെ ആക്കുന്ന ഒരു പ്രക്രിയയിലായിരിക്കും ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് കൊണ്ടുവരുന്നത്. അതിലൂടെ ക്രൂശിനെ ഒരു രീതിയിലും വില കുറച്ച് കാണണ്ട, ക്രൂശിൻ്റെ മാഹാത്മ്യത്തെ അത് ഉയർത്തുകയാണ് ചെയ്യുന്നത്. കാരണം ക്രൂശ് നമുക്ക് തരുന്ന ഉറപ്പ്, ആ ഗ്യാരണ്ടിയാണ് നമ്മൾ നേരിടുന്ന പ്രത്യാഘാതങ്ങളെന്ന് പറയുന്നത് ഒരു ആംഗ്രി റൈച്ചസ് ജഡ്ജ്, ക്രോധത്തോടുകൂടി നീതിയോടുകൂടി ന്യായവിസ്താരത്തിങ്കൽ ഇരിക്കുന്ന ഒരു ന്യായാധിപൻ്റെ ക്രോധമല്ല നമ്മുടെ പ്രത്യാഘാതം. പകരം നമ്മുടെ പ്രത്യാഘാതം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ പ്രത്യാഘാതം എന്ന് പറയുന്നത് ഒരു സ്നേഹമുള്ള കൃപയുള്ള പിതാവിൻ്റെ ശിക്ഷണ നടപടിയാണെന്ന് നാം മനസ്സിലാക്കണം. ഇത് തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഭൂതകാലത്തിലെ ഏതെങ്കിലും പാപമോ ഏതെങ്കിലും ഫെയിലിയറിൻ്റെയോ അടിസ്ഥാനത്തിൽ നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്നവരുടെ ഉള്ളിൽ എന്തെങ്കിലും കുറ്റബോധം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ സുവിശേഷത്തിൻ്റെ അസത്വർത്തമാനം ശ്രമിക്കണം. നിങ്ങൾ ആത്മാർത്ഥമായി മാനസാന്തരപ്പെട്ട് യേശു കർത്താവിൽ നിങ്ങളുടെ വിശ്വാസം വയ്ക്കുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ദൈവം ക്ഷമിക്കും. അതുകൊണ്ട് ആ സമയത്ത് തന്നെ ഒരു ശിക്ഷാവിധിയും നിങ്ങളുടെ മേൽ ദൈവം തരികയില്ല. അപ്പോൾ തന്നെ എന്തെങ്കിലും നേരത്തെയുള്ള പാപത്തിൻ്റെ പ്രത്യാഘാതങ്ങളുടെ വേദനയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ നിങ്ങൾ ഒരു രീതിയിലും ചിന്തിക്കരുത് ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചുവെന്ന്. നിങ്ങളെ ദൈവം സ്നേഹത്തോടുകൂടി നിങ്ങളുടെ ആ സ്വഭാവത്തെ ഷെയ്പ്പ് ചെയ്യുക, രൂപപ്പെടുത്തുക, നിങ്ങളുടെ വിശ്വാസത്തെ ആഴമായ ലെവലിലേക്ക് ദൈവം വർദ്ധിപ്പിക്കുക, നിങ്ങളെ ദൈവത്തിന് പ്രയോജനമുള്ളവരെ, ദൈവരാജ്യത്തിന് കൂടുതൽ പ്രയോജനമുള്ളവരാക്കി തീർക്കേണ്ടതിനായി ദൈവം നിങ്ങളെ ഒരുക്കുക. മനസ്സിലാക്കണം, ക്ഷമിക്കുന്ന അതേ ദൈവമാണ് ശിക്ഷണ നടപടിയിലൂടെയും കടത്തിവിടുന്നത്. നീതീകരിക്കുന്ന അതേ ദൈവമാണ് നമ്മെ വിശുദ്ധീകരിക്കുന്നത്. ആൻഡ് നമ്മളിൽ ആ നല്ല പ്രവൃത്തി തുടങ്ങിയവൻ വിശ്വസ്തനാണ് ആ പ്രവൃത്തിയെ പൂർത്തീകരിക്കുവാൻ. ഓർക്കണം, ഗോഡ്സ് ഫോർഗിവ്നെസ് റിമൂവ്സ് അവർ ഗിൽറ്റ്, ഹിസ് ഡിസിപ്ലിൻ ഷേപ്സ് അവർ ക്യാരക്ടർ. ദൈവത്തിൻ്റെ ക്ഷമ നമ്മുടെ കുറ്റബോധത്തെ എടുത്തു മാറ്റുന്നു. ദൈവത്തിൻ്റെ ആ ശിക്ഷണ നടപടി നമ്മുടെ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ലഭിച്ച ആ ക്ഷമയോർത്ത് ദൈവസന്നിധിയിൽ സന്തോഷിക്കാം, നന്ദി പറയാം. താഴ്മയോടുകൂടി ദൈവത്തിൻ്റെ ആ സ്നേഹിക്കുന്ന ആ ശിക്ഷണ നടപടിക്കായി നമ്മളെ തന്നെ സമർപ്പിക്കാം. ആൻഡ് ഓരോ ദിവസവും നടക്കുമ്പോൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് ദൈവനാമ മഹത്വത്തിനു വേണ്ടി നടക്കുവാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ. ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനോടെ നിങ്ങൾ എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഹൈപ്പ് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത്. ആൻഡ് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് വെച്ചേക്കുക. ആ ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ ത്രൂ ഔട്ട് ദ ഡേ അന്ത്യകാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ഇൻഫർമേഷൻ, അല്ലെങ്കിൽ പിക്ചേഴ്സും വീഡിയോസും ക്ലിപ്സും ഇസ്രായേലിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ ലോകത്തിൽ അന്ത്യകാലങ്ങളുമായി കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യങ്ങളെല്ലാം ഞാൻ ഇൻഫർമേഷനായിട്ടുള്ള രീതിയിൽ ഷെയർ ചെയ്യുന്ന ടെലഗ്രാം ചാനലായിരിക്കും. ഇതുപോലെ സന്ദേശങ്ങളുടെ ലിങ്കുകളും ഓട്ടോമാറ്റിക്കലി ആ ഒരു ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.